ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്നത്തേത് ഞങ്ങളുടെ ഒരു ചെറിയ നോമ്പുതുറയുടെ വീഡിയോ ആണ്. റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും 17ാം രാവ് എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു അല്പ കൂടുതലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉമ്മായും വാപ്പായും ഉണ്ടല്ലോ ഒരു നോമ്പുതുറ വീഡിയോ ഇട്ടുകൂടെ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1-2 റെസിപ്പീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ബീഫ് റോസ്റ്റ് ആണ്. ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 15 ചെറിയ ഉള്ളി, 4 മീഡിയം സൈസുള്ള സവാള, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് വേണം 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി എപ്പോൾ ചേർത്താലും നന്നായിട്ട് പൊടിച്ച് ചേർക്കണം. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബീഫ് കഴുകുമ്പോൾ ഒരല്പം ചൂട് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കഴുകി എടുക്കുകയാണെങ്കിൽ ബ്ലഡ് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇനി നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഈ ബീഫും ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബീഫിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 4-5 വിസിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോ ബീഫിൻ്റെ വേവിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് പാലട ഉണ്ടാക്കാം. ഇവിടെ സാധാരണ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാലടയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 3 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് പാലാണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പേ ഒഴിക്കുന്നുള്ളൂ. അരയ്ക്കുമ്പോൾ 1 കപ്പും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ പാലാട ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇവിടെ അതിനൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ പശുവും പാലിൽ ചെയ്യുന്നത്. പിന്നെ കാണാനൊരു ഭംഗിക്ക് ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരിതരിപ്പ് പാടില്ല. അപ്പോൾ അരച്ചതിന് ശേഷം ഒന്ന് അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചും കൂടെ എടുക്കണം. അപ്പോൾ ഈ പാലടയുടെ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നീർദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ബാറ്ററിൻ്റെ ഒരു കട്ടിയിൽ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ബീഫ് കറക്റ്റായിട്ടൊരു 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെയാണെന്ന് തുറന്നു നോക്കാം. ബീഫ് ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നെയ്യിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം വന്നോളും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നതിന് ശേഷം ഇതുപോലെ ഒരല്പം തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ബീഫ് നമ്മൾ പുരട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ ഇളക്കിയതുപോലെ തന്നെ ഇളക്കി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് വെന്ത ബീഫാണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഈ നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു 5-10 മിനിറ്റ് ഇതുപോലെ തന്നെ തിള വന്നിരിക്കും. അപ്പോൾ ഒരുപാട് കുറുക്കിയിട്ട് ഓഫ് ചെയ്യരുത്. അങ്ങനെ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്കതിന് മസാല കിട്ടില്ല, അത്രയ്ക്ക് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും അടച്ച് വെച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടെ ഡാർക്ക് കളറായിട്ട് വരും ബീഫ് റോസ്റ്റ്. തണുത്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് പാലാട ചുട്ടെടുക്കാം. അതിന് ഫസ്റ്റ് നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം ഏകദേശം ഒരു വലിയ തവിയോളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അപ്പം തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 സെക്കൻഡ് കൊണ്ട് തന്നെ ഇതിങ്ങനെ മറിച്ചിടാതെ പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു കളറ് നിങ്ങൾ നോക്കണ്ട, കാരണം ക്യാമറയിൽ ഒരു അല്പം കൂടെ മഞ്ഞ കളറിങ്ങനെ എടുത്ത് നിൽപ്പുണ്ട്. ഇത്രയും കളറില്ല കേട്ടോ. നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും അങ്ങോട്ട് എടുത്ത കളറല്ല വരുന്നത്.
പിന്നെ സാധാരണ പാലാട നമ്മൾ ചെയ്യുമ്പോൾ തേങ്ങ അരച്ച് അതിൽ നിന്ന് പാലെടുത്ത് അതൊക്കെ ഒരല്പ പണിയാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഈ ഒരു പാലാടയും. അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഉമ്മ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. അപ്പം ഇതിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നോമ്പുതുറ കഞ്ഞിയുടെ റെസിപ്പി ഇടാഞ്ഞത്. പിന്നെ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പം ഈ ജസ്റ്റ് താളിച്ചൊഴിക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു നോമ്പ് കഞ്ഞിയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം, അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. പിന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ. സമൂസയെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഉള്ള സമൂസയുടെ റെസിപ്പിയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇത് ഉമ്മാരൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സമൂസ ഷീറ്റിൻ്റെ അതേപോലെ തന്നെ ഇരിക്കും. ഒരുപാട് നാൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ റെസിപ്പി വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇങ്ങനെ നമ്മൾ ഷീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് ഫ്രീസറിൽ നിന്ന് നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അപ്പോൾ അത്രയും പീസ് എടുത്ത് പുറത്ത് വെച്ച് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്ത കലത്തപ്പമാണ്. അപ്പം ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല, ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം, അതൊന്ന് പ്രസ് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ പച്ചരി കുതിർത്ത് അരച്ചുണ്ടാക്കുന്ന കലത്തപ്പമാണ്. ഇനി നമുക്ക് നോമ്പ് തുറക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4-4.5 കപ്പ് നല്ല കട്ടിയുള്ള പാല് കാച്ചി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ആപ്പിൾ, മീഡിയം സൈസിലുള്ള ഒരു ആപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്കസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ വെച്ച് കുതിർത്തിയെടുത്തതാണ്. അപ്പോൾ കസ്കസ് എന്നും സബ്ജ സീഡ് എന്നൊക്കെ ഇതിന് പറയും. ഇനി ഇതിലോട്ട് ഒരല്പം ഒരു 1/4 കപ്പോളം മാതളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു മിക്സ് ഒരു അരമണിക്കൂറിന് മുന്നേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പാലിൽ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇറങ്ങി നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് ഇത് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ നോമ്പുതുറ ഐറ്റംസ് എല്ലാം. അപ്പോൾ ഇവിടെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല. ഡേറ്റ്സും അങ്ങനെ സ്നാക്സ് ഐറ്റവും വെള്ളവും ജ്യൂസും ഒക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ള പാലടയും ബീഫും എല്ലാം അതിന് ശേഷമാണ് കഴിക്കുന്നത്, അതായത് നമസ്കരിച്ചതിനൊക്കെ ശേഷം. പിന്നെ ഈ ഒരു നോമ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ സൈർമോൾ ഈ വർഷം മുതലാണ് നോമ്പ് പിടിച്ചു തുടങ്ങിയത്. പിന്നെ ഓതലും നമസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് അതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മോളുടെ ആദ്യത്തെ നോമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നോക്കി ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഓരോന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ കൂടെ ഇരുന്ന് ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് ഓതുന്ന സമയത്ത് കൂടെ വന്നിരിക്കും. അങ്ങനെ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യുന്ന അനുകരിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.